Good evening. All of you may turn on your video. Let us begin the session now. Good evening. Rinsha, Samiha, Vinucha, Vichi, Anchana, Ashwadi, Mubashira, Rasida, Rinchida. Okay. Good evening, sir. Good evening, Good evening, sir. Shreya. Good evening, sir. Good evening, sir. Bashira. Good evening. Good evening. Let's begin. Yes. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡില് നമ്മൾ അവസാനത്തെ ടോപ്പിക്കാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. സം ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഈ പോസിറ്റീവ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് എ ടീച്ചർ എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ BEd പോലും ഇങ്ങനെ സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റ് ഇല്ല. പല ടീച്ചേഴ്സിനും ഇതിന്റെ കുറവുകളും ഉണ്ട്. നമുക്കെല്ലാവർക്കും, ഞാനടക്കം നമ്മളെല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇല്ലാതെ, കോൺഫിഡൻസ് ഇല്ലാതെ. ഓക്കെ, താലിഫി ഓൾസോ. ഓക്കെ, today it's only for Kerala students. This batch is for Kerala students. Let me see. Okay, those who have joined only Talifin Wami. Okay. Kindly be excused because today's session will be only for Kerala batch. Okay. So you may be given another chance for studying the same topic. But you can also attend. But sometime I may use English translation. Positive attitudes എന്താണെന്നുള്ളതിന്റെ it's important. Why it is important? Positive attitude is important for a teacher in order to have a good personality development. That means teachers' behavior, confidence. ടീച്ചർക്ക് ആത്മവിശ്വാസം ഇല്ല, ടീച്ചർക്ക് കോൺഫിഡൻസ് ഇല്ല, ടീച്ചർക്ക് ശുഭാപ്തി വിശ്വാസമുള്ള ആളല്ല, ടീച്ചർ എപ്പോഴും സ്മാർട്ട് അല്ലെങ്കിൽ പോയി. ടീച്ചറിന്റെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും, ടീച്ചറുടെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും പ്രൊഫഷനെ ബാധിക്കും. പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ടീച്ചർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൊഫഷണൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫ്. തൊഴിൽപരമായ ജീവിതവും വ്യക്തിപരമായ ജീവിതവും രണ്ടാണ്. തൊഴില് നമ്മളെ തൊഴിലാണ്. അത് പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ വ്യക്തിപരമായ കുടുംബത്തിലേക്കോ അത് കൊണ്ടുവരരുത്. അപ്പം സം സ്റ്റെപ്സ് ടു ഡെവലപ്പ് യുവർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് എന്നാണ്. ഇവാലുവേറ്റ് യുവർ ഷുഡ് ഡൂസ് ടു ഡൂസ് ആക്കണം. നമുക്ക് എന്ത് അസാധ്യമായ കാര്യമാണെന്ന് വിചാരിച്ചാലും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ചലഞ്ചസ് ഉണ്ട്, കുറെ ചുമതലകൾ ഏൽപ്പിക്കും, അതൊക്കെ ചെയ്യാനുണ്ട്. ആ ചെയ്യാനുള്ള ചുമതലകൾ ടു ഡു തിങ്സ് ആക്കി എടുക്കണം. എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞൊരു ടീച്ചർ ഇരിക്കും. സ്പോർട്സ് നടത്തണം, ആനുവൽ ഡേ, സ്കൂൾസ് കൾച്ചറൽ പ്രോഗ്രാംസ്, school day celebrations. These are the responsibilities
may be assigned to the teachers. At that time, we should be ready to accept the responsibility. നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടു ഡു ലിസ്റ്റ് ആക്കി മാറ്റേണ്ടതൊക്കെ. നമ്പർ 2, അത് now we are again just in the last class also we discussed the same point. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ പോയിന്റ് തന്നെ ഡിസ്കസ് ചെയ്തു. Some steps to develop your positive attitudes are. Number 1, to do list ആക്കാൻ. That means we should have a positive attitude towards everything. That means we should understand that it is possible for us. Don't take or don't say that it is not possible for me. It is an overburden. It's an overload. Don't say like that. Number 2, you control your attitudes. You control your attitudes means some people used to say that he made me angry. He makes me so sad. No one can make you anything because you are having your own control, not others or any outside. You make the choices. When a situation arises that prompts this kind of reaction, consider the source and put it in a perspective that you should not give power to the person who frustrates you, regardless of what happens to you. It is what you do that is the issue. പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു വ്യക്തിയോ മറ്റാരും അല്ല നമ്മളെ നിയന്ത്രിക്കണം. അതുകൊണ്ട് ഇന്ന സാഹചര്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അയാള് കാരണം എനിക്ക് സങ്കടമായി എന്ന് പറയുന്ന അർത്ഥമില്ല. അയാൾ എന്നെ ദേഷ്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യം. കാരണം എന്താ? അയാളുടെ കയ്യിലല്ല നിന്റെ നിയന്ത്രണം. ഹി ഈസ് നോട്ട് ഹാവിങ് യുവർ കൺട്രോൾ. അയാളുടെ കയ്യിൽ നിന്റെ നിയന്ത്രണം കൊടുത്താൽ നിന്റെ മനോഭാവം, നിന്റെ മാനസികാവസ്ഥ അയാൾ നിയന്ത്രിക്കും. ഓക്കെ, സോ അതുകൊണ്ട് അയാളുടെ കയ്യിലാണ് കൺട്രോൾ എന്ന് പറയരുത്, അത് തെറ്റാണ്. അപ്പം നമ്പർ 2, സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് 1, തിങ്സ് ടു ഡു ഉണ്ടാക്കുക. നമ്പർ 2, കൺട്രോൾ യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ മനോഭാവം നിങ്ങൾ തന്നെ നിയന്ത്രിക്കുക. ലിസൺ ടു ഇന്റേണൽ ഡയലോഗ്. നമ്മളുടെ ആത്മാവിന്റെ സ്വരം തിരിച്ചറിയുക. ഇതൊക്കെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള നിർബന്ധമായ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തനിച്ചാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴൊക്കെ ഇതെന്തിനാ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണ്ടേ? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ, എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ, എപ്പോഴും എനർജറ്റിക് ആയിരിക്കാൻ. അങ്ങനെ തോന്നുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ തന്നെ ആത്മാവിനോട് സംസാരിക്കണം, നിങ്ങളോട് തന്നെ സംസാരിക്കണം. Divide 1 or more sheets of paper into 2 columns and for a few days നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു ഹാബിറ്റ്. ഐ വിൽ നെവർ ഗെറ്റ് ദിസ് ഫിനിഷ്ഡ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഡേ. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അത് നെഗറ്റീവ് എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റുമെന്ന് എഴുതി നോക്കുക. അങ്ങനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കുന്നതായിട്ട് എന്തിനും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരും. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഡിസിഷൻ ആണ് അവസാനം തീരുമാനം എടുക്കേണ്ടത്. വ്യക്തിപരമായ ജീവിതത്തിലും തൊഴിൽപരമായ ജീവിതത്തിലും ഡിസിഷൻ മേക്കർ നിങ്ങളായിരിക്കണം. ലേൺ ടു കമ്മ്യൂണിക്കേറ്റ്. Learn to communicate. Not saying the things we feel can lead to a sense of frustration, hurt, anger, or anxiety. If you find communicating difficult or are afraid of arguments or burst feelings, take a course in communicating effectively. Learn to communicate. Number 3, listen to. സ്വയം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുക. Number 4, learn to communicate. Not saying the things we feel can lead to a sense of frustration. എങ്ങനെയാണ് മേലധികാരികളോട് സ്കൂളിലെ HM പ്രിൻസിപ്പൾ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് പഠിക്കുക. നമ്മളെ നാടൻ ശൈലിയിൽ സംസാരിക്കുന്ന സ്റ്റൈലല്ല കമ്മ്യൂണിക്കേഷൻ. ദർ ഈസ് എൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. എന്റെ ഇഷ്ടം ഞാൻ പറയുന്ന രീതിയിൽ പറയുന്നതല്ല കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അപ്പൊ ലേൺ ടു കമ്മ്യൂണിക്കേറ്റ്. യു ഫൈൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ട് ഓർ ആർ അഫ്രൈഡ് ഓഫ് ആർഗ്യുമെന്റ്സ് ഓഫ്. അപ്പം നമ്മള് ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് വ്യക്തിത്വ വികസനത്തില്. ആ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സെപ്പറേറ്റ് നമ്മളൊരു ടോപ്പിക്ക് തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നമ്മൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോഴൊക്കെ അത് സെപ്പറേറ്റ് പഠിക്കണം.
ഗെറ്റ് ബാക്ക് ടു ബേസിക്സ്. ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ എപ്പോഴും നമ്മളെ ഉള്ളിലുണ്ടാവണം. നമുക്ക് ചില ബുക്കുകൾ വായിക്കുക, പഴയ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങള്, അല്ലെങ്കിൽ ചില ആളുകളോട് നമ്മൾ തുറന്ന് സംസാരിക്കുന്നതിന്റെ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ കുട്ടികളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ അടുക്കും ചിട്ടയുമായി ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങൾ അടുക്കും ചിട്ടയുമായി ചെയ്യാം. ഇതൊക്കെ ഒരു വ്യക്തി പ്രാക്ടീസ് ചെയ്താൽ അതൊക്കെ അയാളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ അയാളെ സഹായിക്കും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ സഹായിക്കും. ഇഫ് യു ഡു ആൻഡ് പ്രാക്ടീസ് doing small things in your life in an order, that will help you to create positive attitudes. These are the steps and help someone out. That is just for a kind of social service mentality, helping people. Find your spirituality. This is also important. Find your spirituality means at least personal prayer, practicing some kind of beliefs, or if participating in meditations, or through an organized spiritual association, participating in some kind of common programs. Allow yourself to be loved. That means love someone and allow yourself to be loved. So അതിലൊക്കെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡിപ്രഷനും ലോൺലിനെസ്സും ഗിൽറ്റും സ്വയം കുറ്റബോധം, അപകർഷതാബോധം, ഞാൻ ഒന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട, എനിക്ക് കഴിവില്ല, ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരിക്കലും മറ്റുള്ളവരുടെ സ്നേഹം തേടി പോകുന്നത് നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണമല്ല. സ്നേഹിക്കാൻ തയ്യാറായാൽ മതി, എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കരുത്. അപ്പോ നമ്മൾക്ക് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയുള്ള ആളുകള് അവരെപ്പോഴും ഹാപ്പി ആയിരിക്കാൻ കാരണം അവരെ തന്നെ സ്നേഹിക്കും, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊക്കെ എന്തിനാ ടീച്ചേഴ്സ് ആയിരിക്കുന്നവര് നോക്കണ്ടേ? ചില ടീച്ചേഴ്സിനെ കാണാൻ നല്ല ഐശ്വര്യമാണ്, നല്ല വ്യക്തിത്വ വികസനമുള്ള ടീച്ചർമാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. അലോ യുവർസെൽഫ് ടു ലാഫ് ആൻഡ് ഫൈൻഡ് ഹ്യൂമർ ഇൻ ദ സിംപ്ലസ്റ്റ് ഓഫ് തിങ്സ്. ചെറിയ കാര്യങ്ങളൊക്കെ സന്തോഷിക്കുക, ഹാപ്പി ആയിരിക്കുക. അതാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്. എപ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോൾ ചിരിച്ച് സംസാരിക്കാൻ പറ്റുക, കുട്ടിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. അതാണ് അലോ യുവർസെൽഫ് ടു ലാഫ് ആൻഡ് ഫൈൻഡ് ഹ്യൂമർ ഇൻ ദ സിംപ്ലസ്റ്റ് ഓഫ് തിങ്സ്. കുട്ടികളെ എപ്പോഴും മിടുക്കൻ, മിടുക്കി, ഗുഡ് ബോയ്, സ്മാർട്ട് ഗേൾ, അങ്ങനെ കുട്ടികളെ കെയറിംഗ് ആയിട്ട് സംസാരിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ചും പ്രൈമറി ലെവൽ. അത് എപ്പോഴും പോസിറ്റീവ് എനർജി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കും. Participate in new physical and mental activities to improve confidence and coping mechanisms. It could be as easy as learning the meanings of new words or learning about new topics to build confidence. Follow the principles of holistic health, better nutrition and exercise help improve mood and attitude. Remember that the mainstream media focuses on information that leads to fear, negative thoughts, and remember that the mainstream media, അപ്പൊ നമുക്ക് ചില ഈ ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ വരും, അല്ലെങ്കിൽ ഫിയർ, നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ വരും. അതുകൊണ്ട് സ്ക്രീൻ അഡിക്ഷൻ ആവാതിരിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലെറ്റിംഗ് ഗോ ഓഫ് ദ ഇമോഷണൽ പാക്കേജ്. ഇതൊക്കെ ഇത്രയും കുറെ സ്റ്റെപ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. യെസ്റ്റർഡേ വി ഡിസ്കസ്ഡ്, day before yesterday, in the last session, we discussed all these things. Just I'm reminding you once again some of the important points that helps to build positive attitudes. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക്, മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. When you catch yourself thinking of a pessimistic thought about an event in your life, first evaluate the evidence. What are the facts? Not the fears, but the facts. ചില വസ്തുതകള് മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് പോകണം. മറ്റുള്ളവരെ ഭയന്നിട്ടോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ഒന്നിനെ കുറിച്ചും നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല. ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. ശുഭാപ്തി വിശ്വാസത്തിന് എതിരാവേണ്ടതില്ല. പെസിമിസ്റ്റിക് എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവരാണ് പെസിമിസ്റ്റിക്. ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസിയായിട്ടുള്ള ആൾക്കാർ. Next, think of alternate explanations on the future outcomes.
When your old car suddenly makes a strange noise, you may jump to the pessimistic conclusion that repair will be costly, but maybe a minor repair will solve the problem. But ചില കാര്യങ്ങളിൽ നമ്മൾ next think of alternate explanations and future outcomes. Remind yourself to follow this approach, such as this: when I have a negative thought, I immediately evaluate the facts and think of positive alternatives so that also fit the facts. ഇന്നത്തെ നമ്മളെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇപ്പം ടിപ്സ് ടു ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ടിപ്സ് ടു ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കേണ്ട സ്റ്റെപ്സ് നമ്മൾ നോക്കി, അതിന്റെ ടിപ്പാണ്. ഇനി അതിന് ചില ടിപ്സ്, അതിന് സഹായമായ ചില നുറുങ്ങ് വിദ്യകളാണ് ഇത് പറയുന്നത്. There are some tips which are helpful to develop the positive attitude. Look at the bright side of life. In other way, we can say always have an attitude of gratitude. നമുക്കുള്ളതിനെ കുറിച്ച് നന്ദി പറയുക, ഉള്ള ജീവിതത്തിന്റെ നല്ല വശങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതില്ലാത്ത ആളുകളും ഇല്ലേ എന്ന് ചിന്തിക്കുന്നത് നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാനുള്ള ഒരു ടിപ്പാണ്. ചൂസ് ടു ബി ഹാപ്പി. ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചൂസ് ടു സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്. ശുഭാപ്തി വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക. ഫൈൻഡ് റീസൺ ടു സ്മൈൽ മോർ ഓഫൻ. എപ്പോഴും ചിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക കൂടുതലും. ഹാവ് ഫെയ്ത്ത് ഇൻ യുവേഴ്സെൽഫ്. ഇതിനൊക്കെ വേണ്ടത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളുമായുള്ള സഹവാസമാണ്. പ്രത്യേകിച്ചും ടീച്ചേഴ്സിന് കുട്ടികളുമായി സഹവസിക്കുമ്പോൾ ഇതിന് ചാൻസുകൾ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും ചില ആളുകൾ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ആ പ്രൊഫഷൻ ഒരു പാഷനാണ്, അതൊരു ജോലിയല്ല, അതൊരു ജീവിതത്തിന്റെ ഭാഗമാണ്, അതൊരു പാഷനാണ്. അതിന്റെ കാരണം ഇതാണ്, അവർക്ക് അത് ഒരു ലൈഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റും. കുട്ടികൾ ഹാപ്പി ആയതുകൊണ്ട് കുട്ടികളുടെ കൂടെ നമ്മളും ഇരിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാവും. നമ്മൾ നെഗറ്റീവ് എനർജി ഉള്ള ആളുകളുടെ കൂടെ ഇരുന്നാൽ അവരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുഃഖകരമായ കാര്യങ്ങള്, ദേഷ്യപ്പെടുന്ന കാര്യങ്ങള്, നാശത്തിന്റെ കാര്യങ്ങള്, ദുരന്തങ്ങള് അല്ലെങ്കിൽ അപകടങ്ങള്, ഭാവിയിൽ സംഭവിക്കാവുന്ന ദോഷങ്ങള്, ഇതിനെക്കുറിച്ച് മാത്രം ആകുലപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ മറ്റൊരു കുഴപ്പം. ആകുലത നല്ലതാണ്, പക്ഷെ അതൊരു വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി. Choose to be happy. Choose to stay optimistic. Find reason to smile for more often. When you are in the class, students are joyful, so you can also be happy with them. So this is as a teacher, it's important for you. So some teachers are interested to be in the classroom and be with the children because they will also be happy and joyful. They can also be smart always. So some are selecting this profession of teaching because of this reason. They can always be smart and energetic with joyfulness. Okay. Have faith in yourself and in the power of the universe. This is also one tip. You believe yourself and the faith power of universe. Contemplate upon the futility of negative thinking and worries. Contemplate upon the futility of negative thinking and worries. No need to have any kind of negative thinking and worries. And you describe each element of negative thinking with a positive attitude. And you may avoid the fears, but consider the real facts. And based on the facts, you may be able to find the solution. Associate yourself with the happy people. Always be with the happy people. Read inspiring stories. Read inspiring quotes. These are some tips which is written here on the textbook for being positive attitude to create a good personality. Teachers need these tips. Repeat affirmations that inspire and motivate you. Some affirmations, some affirmative sentences that inspire and motivate you. Visualize only what you want to happen. And we should have an imagination skill, a dreaming capacity. When you are alive and awake, when you are awakened, you have to visualize and you should have a dream. Always, you should have the skill to imagine what you want to happen, what you wish to happen in your life, what you want
what you wish to become in your life. That is called a positive imagination. Learn, master your thoughts. Learn to master your thoughts. That means you should control your thinking capacity. Thought is the basic of all the atoms, and that is controlled by your soul. Okay. For thought, there are 4 branches also. What are they? Sin, or നമ്മള് മലയാളത്തിൽ പറയുന്നത് ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. അതിന് 4 ശാഖകളുണ്ട്: ജീവനും മരണവും, നന്മയും തിന്മയും. നന്മ സ്വീകരിക്കുന്നവൻ ജീവനിലേക്കും തിന്മ സ്വീകരിക്കുന്നവൻ മരണത്തിലേക്കും പോകും. അപ്പൊ ചിന്തയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. അതിന് 4 ശാഖകളുണ്ട്: ജീവനും മരണവും നന്മയും തിന്മയും. അപ്പോ നന്മ തിന്മകൾ തിരിച്ചറിയുമ്പോഴാണ് അത് ജീവനിലേക്കാണോ മരണത്തിലേക്കാണോ എന്ന് തീരുമാനിക്കുക. ജീവനുള്ളതാണ് എപ്പോഴും നന്മ സ്വീകരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം. അപ്പോ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ നമുക്ക് അത്യാവശ്യം. അതുകൊണ്ട് തിങ്കിങ് ഈസ് an important you have to master your thoughts. ചിന്തയെ നിയന്ത്രിക്കണം. നല്ല ചിന്തകളിലേക്ക് വരാനുള്ള കഴിവുണ്ടാവുകയും അപ്പോ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ആ ചിന്ത നല്ലതാവുക. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് അവനവന്റെ നന്മയെ കരുതി ചിന്തിക്കുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് നന്മയായിട്ട് വരും. ലേൺ കോൺസെൻട്രേഷൻ ആൻഡ് മെഡിറ്റേഷൻ. Concentration, if you want to have concentration, you should not waste your time by simply watching your mobiles or social media or TV, YouTube videos. Concentrate your action, your activity, maybe gardening, maybe teaching, maybe reading, maybe cooking. You have to concentrate. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അടുക്കി വൃത്തിയാക്കി വെക്കേണ്ടത്, ക്ലീനിങ് ചെയ്യേണ്ടത്, നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്, പഠനത്തിൽ എഴുതി തയ്യാറാക്കേണ്ടത്, വായിച്ച് പഠിക്കാനുള്ളത്, അതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ട, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എങ്കിൽ അതിന് സമയം കൂടുതൽ കൊടുക്കണം. എന്നിട്ടാണ് പിന്നീട് മെഡിറ്റേഷനും നല്ലതാണ്. സോറി. നമ്മൾ അടുത്തത് തിങ്ക് പോസിറ്റീവ്. ഓക്കെ. ലേൺ കോൺസെൻട്രേഷൻ ആൻഡ് മെഡിറ്റേഷൻ. The second point topic is 7 steps to overcome challenged attitudes. 7 steps to overcome challenged attitudes means വെല്ലുവിളിക്കപ്പെട്ട മനോഭാവങ്ങൾ. ചില നമ്മളെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം. 7 steps to overcome challenged attitudes are discussed. Work on your personal foundation, namely in the 5 pillars of attraction. 5 pillars of attraction means fresh, stands for finance, relationships, environment, spirituality, health. ഈ 5 മേഖലകളും നല്ല ഉറപ്പിക്കുകയാണ് നമ്മളെപ്പോഴും നമ്മളെ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി. ഒന്ന്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വിമൻ എംപവർമെന്റിന്റെ നമ്പർ 1 ആണ് സ്ത്രീ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവും. സ്ത്രീക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. സ്ത്രീക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. അത് നമ്മൾ അവരെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പോഴാണ് അവർക്ക് നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ. എൻവയോൺമെന്റ് എന്താ? അവരുടെ കുട്ടികള്, പേരൻസ്, ക്ലാസ്, സ്കൂള് നല്ലൊരു എൻവയോൺമെന്റിലേക്ക് പോകണം. സ്പിരിച്വാലിറ്റി, വെൻ യു പ്രേ, നിങ്ങളുടെ വിശ്വാസം, ബിലീഫ് സിസ്റ്റം, അതാണ് സ്പിരിച്വാലിറ്റി. മതമല്ല. മതവും സ്പിരിച്വാലിറ്റിയും രണ്ടാണ് കേട്ടോ. സ്പിരിച്വാലിറ്റി ഞാനും ദൈവവുമായുള്ള വിശ്വാസം ആണ് എന്റെ ആത്മീയത. അതാണ് സ്പിരിച്വാലിറ്റി. മതം ഞാൻ മനുഷ്യനുണ്ടാക്കിയ ഏതെങ്കിലും ഒരു സംഘടന ആ ഇന്ന മത സംഹിതയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറയുന്നതാണ് മതം. അത് ഹിന്ദു മതം, ഇസ്ലാം മതം, ക്രിസ്ത്യൻ മതം, പല മതവിഭാഗങ്ങൾ നമുക്കുണ്ട്. മതവും സ്പിരിച്വാലിറ്റിയും രണ്ടാണ്. അപ്പോ ഹെൽത്ത്, നമ്മളുടെ ആരോഗ്യം, ഇതാണ് ഒരാളുടെ. ഇനി സ്റ്റോപ്പ് ലിസണിങ് ടു ദാറ്റ് ലിറ്റിൽ നെഗറ്റീവ് വോയിസ്. കൗണ്ടർ പഞ്ച് ദ നെഗറ്റീവ്. നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നൊന്നും കേൾക്കാതിരിക്കുക, അതിനുവേണ്ടി സമയം കളയാതിരിക്കുക, അതിനെ ഓർത്തോണ്ടിരിക്കുക, അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നാൽ ആ സമയത്ത് ഇപ്പുറത്ത് അത് ഒഴിവാക്കിയിട്ട്
കൂടുതൽ ക്രിയാത്മകമായി നമുക്ക് മറ്റെന്ത് ചെയ്യാൻ പറ്റും അവിടെ ശ്രദ്ധിക്കുക. എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുന്നവർക്ക് നെഗറ്റീവ് എനർജി കുറവായിരിക്കും. അവർക്ക് നെഗറ്റീവ് കേൾക്കാനുള്ള സമയമില്ല. എപ്പോഴും എൻഗേജ്ഡ് ആണ്, അവർ തിരക്കാണ്, അവരെന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കുന്നവരാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഫോണിൽ നോക്കി ഗോസിപ്പ് നോക്കി പരദൂഷണം പറഞ്ഞ് അതൊക്കെ ഇരിക്കുക. അതൊക്കെ നമ്മൾ എപ്പോഴും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ലുക്ക് ഫോർ ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻസ്. ഇൻ മെനി കേസസ് there could be hundreds of them. Unfortunately, when you are frustrated, look for alternative explanations. When you are frustrated, when you are tensed, when you are in a confused state of mentality, look for alterations. Start doing instead of thinking, focusing. Okay, next. Moods are contagious, both positive and negative. Do something that will place you in a positive mood, such as a daily delicious habit of speaking with anyone that is known for having a positive attitude or mood. Control your frustration. Stop drinking caffeine. By working to keep your mind sharp, you can improve your attitude. Nothing engages a person more than not being able to remember important things or events. By having a sharp mind, you can figure situations out better and make wiser decisions. Choose your friends wisely. Having a good sharp mind can improve your life all the way around. So keep that in mind active. There are numerous ways to keep your mind sharp while keeping a good, well-rounded attitude. Stop looking at the rear view mirror when that big road windshield is staring you in the face. Your vision of each event or situation is totally up to you. You can either choose to be negative or positive. It's your choice. Or you can either focus on your negative past or look forward into a positive future. Remember this quote: past failures do not equal current success. Watch with great care who you hang out with. നമ്മള് പുറകിലേക്ക് നോക്കിയിരിക്കാതെ മുന്നിലേക്കുള്ള വിശാലമായ റോഡ് നോക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Whether you are a corporation or an individual, dealing with attitude challenges by implementing this 7-step program indicates you are making the first leap from making negative choices to making choices that will certainly have a positive impact on yourself, your co-workers and family members. Suppose if you know how to overcome the challenge attitudes. Attitudes means the challenges of your life with a positive attitude. That means you should know the 7 steps to overcome your challenges or some kind of weaknesses, your threats of in life that are called as your challenges. So work on your personal foundation. Personal foundation means fresh. Your finance, relationship, environment, spirituality, and health. Stop thinking, listening to negative. Don't talk with the negative people. Look for alternative explanations. That means if there is a problem or there is a lack of something, alternative. Don't focus, don't concentrate on the negative things and the drawbacks itself. Forget that and start for alternation. Moods are contagious. That means both the positive and negative moods. So keep always positive mood, such as daily delicious habit of speaking and how to change your mood. You should understand, you know that it is your favorite habit to keep yourself in a good mood. Control your frustration. നിങ്ങളുടെ ഈ അസ്വസ്ഥത നിയന്ത്രിക്കണം. Frustration means tensed mentality, tension. So speak slowly, breathe deeply into your heart. Choose to remain calm or excuse yourself from the discussion and take a time out. When you are lonely, when you are alone, when you feel loneliness, you can speak to yourself. Speak slowly and understand what the things are there based on the real facts. Control. In that way, we can control our frustration. Stop drinking caffeine. So that means we need not to take the negative things into ourselves. Choose your friends wisely. We have to choose our friends wisely. So stop looking at the rear view mirror when the big road windshield is starting in the face. So don't look back to the narrow road when there is a big road in front of you. So past failures do not equal current success. So
Don't think about the past failures and past experience, and don't judge the things based on the past experiences. So these are the 7 important points to overcome the challenged minds or persons, or sometimes when we become negative. These are the 7 steps to remember in our mind, to keep it in our mind, to overcome the challenges of our life. So in the next session, we will discuss about the balanced life. That is also very much important for a healthy living. These all things are part of 21st century's life skills. ഇപ്പൊ നമ്മൾ പറയുന്നതെല്ലാം 21ാം നൂറ്റാണ്ടിന്റെ ജീവിത നൈപുണ്യങ്ങളാണ്. Decision making skill, critical thinking skill, and അങ്ങനെയാണെങ്കിലാണ് ഈ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ പറ്റും. If we don't have critical thinking skill, no, we can't face our challenges. We may try to, നമ്മൾ ഓടി ഒളിക്കും, we may try to run away, or we may try to escape. Escapism, mental escapism may be our bad habit. So that is a bad habit, mental escapism. We have to face. So in the next session, we will discuss about all those things. So now I am going to stop the screen sharing because our time is over. Thank you, everyone. And good night. Any doubt? Thank you, sir. Any doubt? സംശയം ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് കുറച്ച് സൈക്കോളജിക്കലാണ് ഇപ്പോഴത്തെ നമ്മുടെ ക്ലാസ്. കൗൺസിലിംഗ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, വ്യക്തിത്വ വികസനം, ആത്മവിശ്വാസവുമായിട്ട് ഒരു ടീച്ചർക്ക് ഉണ്ടാവേണ്ട കുറെ ഗുണങ്ങളെ കുറിച്ചൊക്കെയാണ് പറയണേ. നിങ്ങൾക്ക് ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. ചിലർക്ക് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പൊ അതുകൊണ്ട് എങ്കിലും ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപയോഗമാവും. സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഇത് ഓർക്കും. അപ്പൊ ഞാൻ പറഞ്ഞ സ്വരം നിങ്ങൾക്ക് അത് ജീവനായി മാറും. എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയാൽ, ബ്രെയിനിൽ അത് സേവ് ചെയ്യപ്പെട്ടാൽ അത് പിന്നീട് ജീവൻ വെക്കും. അതാണ് ടീച്ചറിന്റെ സൗണ്ട് കുട്ടികൾ കേട്ട് തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ട് സ്വരത്തില് ജീവനുണ്ട്. ഓക്കെ, സോ good night. Wish you all the best. Thank you.